ചൈന ഇതെങ്ങോട്ടാണ്? കാരണം അമേരിക്കയ്ക്കും യൂറോപ്പിനുമുള്ള ചില മറുപടികൾ നൽകിക്കൊണ്ട് ഞങ്ങൾക്ക് ആനുകൂല്യങ്ങളൊന്നും വേണ്ട, ഇനി നിയമങ്ങൾ ഞങ്ങൾ എഴുതും, അത് നിങ്ങൾ അനുസരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ചൈനയാണ് എന്ന് പറഞ്ഞു വരുന്ന ഒരു വാചകമുണ്ട്. ഈ സെപ്റ്റംബർ അവസാനത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയോടനുബന്ധിച്ച് ചൈനീസ് പ്രധാനമന്ത്രിയായിട്ടുള്ള ലീ ക്യുയാങ് നടത്തിയ പ്രഖ്യാപനം ഈ ആഗോള വ്യാപാര ലോകത്തെ ഞെട്ടിക്കുന്നതായിരുന്നു. നിലവിലുള്ളതോ അല്ലെങ്കിൽ ഭാവിയിലുള്ളതോ ആയിട്ടുള്ള ലോക വ്യാപാര സംഘടന WTO എന്ന് പറയപ്പെടുന്ന സംഘടന ചർച്ചകളിൽ ചൈന ഇനി പ്രത്യേകവും വ്യത്യസ്തവുമായിട്ടുള്ള പരിഗണന തേടില്ല എന്നതായിരുന്നു ആ പ്രസ്താവന. അതായത് ഉപരിതലത്തിൽ ഒരു എളിമയുള്ള നയപരമായിട്ടുള്ള നീക്കമായി തോന്നാമെങ്കിലും ഇതൊരു സുപ്രധാന തീരുമാനം ചൈനയുടെ ആഗോള പങ്കിന്റെ പരിണാമത്തെയും ഒപ്പം തന്നെ ബഹുമുഖ വ്യാപാര ഭരണത്തിന്റെ ഭാവിയെയും നിർണ്ണയിക്കുന്ന ഒരു തിരിഞ്ഞുനോട്ടമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ലോകത്തെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയും ലോകത്തിലെ മുൻനിര കയറ്റുമതിക്കാരുമായിട്ടുള്ള ചൈനയുടെ പുതിയ യുഗത്തിലേക്കുള്ള ഒരു കാൽവെപ്പാണിത്. ചൈന മുൻപത്തെ ചൈനയല്ല, ദരിദ്രത്തിൽ നിന്ന് വികസനത്തിലേക്ക് എത്തിയ ചൈനയാണ്. ദാരിദ്ര്യത്തിൽ കഴിഞ്ഞ പഴയ ചൈനയെ നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകവും വ്യത്യസ്തവും ആയിട്ടുള്ള പരിഗണനയോട് കൂടിയിട്ടുള്ള രീതിയിൽ, എന്നാൽ വികസ്വര രാജ്യങ്ങൾക്ക് ചട്ടക്കൂടിനുള്ളിൽ നൽകുന്ന ഒരു മുൻഗണനാ പരിഗണന ഓടുകൂടി മാത്രമായിരിക്കും ചൈന ഇനി മുന്നോട്ട് പോകുക. എല്ലാ വ്യാപാര കരാറുകളും അത്തരത്തിലായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് പറയപ്പെടുന്നു. അതായത് താഴ്ന്ന തലത്തിലുള്ള ബാധ്യതകൾ, ദീർഘമായിട്ടുള്ള പരിവർത്തന കാലയളവുകൾ, മാത്രമല്ല സാങ്കേതികമായിട്ടുള്ള സഹായം, വ്യാപാര താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള പ്രത്യേക വ്യവസ്ഥകൾ എന്നിവയൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ മുന്നോട്ട് പോകാൻ പോകുന്നു. അപ്പോൾ ശേഷിയിലും വികസനത്തിലുമുള്ള അസമത്വങ്ങൾ അംഗീകരിച്ചുകൊണ്ട് വികസിതവും വികസ്വരവുമായിട്ടുള്ള സമ്പദ് വ്യവസ്ഥകൾ തമ്മിലുള്ള മത്സരം അത് സമനിലയിലാക്കാൻ രൂപകൽപ്പന ചെയ്ത നിയമങ്ങളാണ് വരാൻ പോകുന്നത്. സോഷ്യലിസം പ്രസംഗിക്കുന്ന ചൈന വീണ്ടും എല്ലാവരും സമന്മാരാക്കുന്ന തരത്തിലേക്കുള്ള രീതിയിൽ എന്ന് പറഞ്ഞ് പ്രസംഗം നടത്തുകയും പ്രവൃത്തിയിൽ എത്തുമ്പോൾ അവർക്ക് അവരുടെ സമ്പദ് വ്യവസ്ഥ മാത്രം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന രീതിയിലേക്ക് എത്തപ്പെടുകയും ചെയ്യും എന്ന് തന്നെയാണ് നമുക്ക് അനുമാനിക്കാനുള്ളത്. അപ്പോൾ ഈ ക്രമീകരണത്തിൽ ഏറ്റവും വലിയ ഗുണഭോക്താക്കളിൽ ഒന്നായിരുന്നു അന്നൊക്കെ ചൈന എന്ന് പറയപ്പെടുന്നത്. 2001 ഈ WTO എന്ന് പറയപ്പെടുന്ന ലോക വ്യാപാര സംഘടനയിൽ നിന്ന് ചൈനയുടെ പ്രവേശനം 2001 ലോക വ്യാപാര ചരിത്രത്തിലെ നിർണായക നിമിഷമായിരുന്നു അത്. പക്ഷേ ഈ അംഗത്വം ചൈനയ്ക്ക് ആഗോള വിപണിയിലേക്ക് തന്നെ അന്ന് പ്രവേശനം നൽകി എന്നുള്ളതാണ്. വിതരണ ശൃംഖലകളുമായിട്ട് സംയോജിപ്പിച്ചു, കയറ്റുമതി വർദ്ധിപ്പിച്ചു, ഡെങ് സിയാപിങ്ങിന്റെ പേരിലുള്ള പരിഷ്കാരങ്ങൾ മുതൽ ആരംഭിച്ച സാമ്പത്തിക കുതിച്ചുചാട്ടത്തിന് WTO നിയമങ്ങൾ ഭാഗികമായിട്ട് സംഭാവന നൽകുകയും ചെയ്തു. അങ്ങനെ ദശലക്ഷക്കണക്കിന് ചൈനീസ് പൗരന്മാരെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ഒപ്പം തന്നെ ചൈനയെ ആഗോള സമ്പദ് വ്യവസ്ഥയുടെ കേന്ദ്രമായിട്ട് സ്ഥാപിക്കുകയും ചെയ്തു. അപ്പോൾ ഇനി വരുമ്പോൾ പുതിയ SDT ഇളവുകൾ തേടുവാനുള്ള വിസമ്മതം, ഞങ്ങൾക്ക് നിങ്ങളുടെ ആനുകൂല്യങ്ങളൊന്നും വേണ്ട എന്ന് പറയപ്പെടുന്നുള്ള ഒരു വിസമ്മതം, അത് ചൈന അതിന്റെ വികസന രാജ്യ പദവി ഉപേക്ഷിക്കുന്നു എന്നല്ല അർത്ഥമാക്കുന്നത്. എന്നാൽ ചൈന ഉറച്ചു നിൽക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വികസ്വര രാഷ്ട്രം തങ്ങൾ തന്നെയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അത്തരത്തിലൊരു വലിയ വാദമാണ് ഇപ്പോൾ ചൈന മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത്. അപ്പം മൊത്തം സാമ്പത്തിക വലിപ്പം ഉണ്ടെങ്കിലും 2024 ചൈനയുടെ പ്രതിശീർഷ GDP എന്ന് പറയപ്പെടുന്നത് വെറും $13,303. അപ്പോൾ ഇത് അമേരിക്കയുടെ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയന്റെ ഒരു ഭാഗം മാത്രമാണ് എന്ന് പറയാം. കൂടാതെ തീരദേശ പ്രവിശ്യകളിലും ഉൾനാടൻ പ്രദേശങ്ങളും തമ്മിൽ ഗണ്യമായിട്ടുള്ള അസമത്വങ്ങൾ ചൈനയിൽ ഉടനീളം ഇപ്പോൾ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സോഷ്യലിസത്തിന്റെ പ്രാഥമിക ഘട്ടത്തിൽ ചൈന എന്ന് പറയപ്പെടുന്ന സങ്കല്പത്തിൽ ഇപ്പോഴും നിലകൊള്ളുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച സോഷ്യലിസം പ്രാവർത്തികമാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുന്നു എന്നുള്ള ഒരു പ്രതീതി പരത്തുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ എത്രത്തോളം വ്യാവസായിക അടിസ്ഥാനത്തിൽ പുരോഗമിക്കുമെന്ന് നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. ഇവിടെ വികസ്വര രാജ്യ പദവിയിൽ ഉറച്ചു നിൽക്കുന്നത് ആഗോള ദക്ഷിണേന്ത്യയുമായുള്ള അതിൻ്റെ ബന്ധം അത് ശക്തിപ്പെടുത്തുകയും ഒപ്പം തന്നെ വ്യാപാര ചർച്ചകളിൽ നിന്ന് പൂർണ്ണമായിട്ടും വികസിത രാജ്യം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദം ഇവയൊക്കെ ഒഴിവാക്കാനും ഈ വികസ്വര രാജ്യം അല്ലെങ്കിൽ വികസിത രാജ്യം എന്നുള്ള തരത്തിലേക്ക് എത്തപ്പെടാതിരിക്കുന്നതിനുള്ള ശ്രമവും ചൈന അതിനകത്ത് നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ നിർണായക ഘട്ടത്തിൽ അധിക SDT ആനുകൂല്യങ്ങൾ ഉപേക്ഷിക്കുവാനുള്ള ചൈനയുടെ തീരുമാനം എന്തുകൊണ്ടുണ്ടായി എന്നുള്ളതാണ്. അതിനകത്ത് ആഴത്തിലുള്ള ലക്ഷ്യങ്ങൾ അതുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ ആഗോള ഉത്തരവാദിത്തമുള്ള ഒരു നേതാവായിട്ട് മാറുവാൻ, അതായത് പ്രിവിലേജുകൾ ഉപേക്ഷിക്കുന്നതിലൂടെ എന്ത് സംഭവിക്കും? ചൈന അതിൻ്റെ സാമ്പത്തിക ശക്തിയിലും ആത്മവിശ്വാസത്തിലും ഊന്നൽ നൽകി മുന്നോട്ട് പോകും. ആഗോള വ്യാപാര നിയമങ്ങളിൽ നിന്ന് പ്രയോജനം നേടുന്നതിന് പകരം അവയൊക്കെ രൂപപ്പെടുത്തുവാനുള്ള കഴിവിലാണ് അവർക്ക് വിശ്വാസം നേടിയെടുക്കുന്നത് എന്ന് വരുത്തി തീർക്കും. ഇത് അന്താരാഷ്ട്ര ക്രമത്തിൽ ഉത്തരവാദിത്തമുള്ള ഒരു പങ്കാളിയുടെ പ്രതിച്ഛായ ചൈനയിലുണ്ട് എന്നുള്ളത് ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ കാണിക്കുവാനും ഉയർത്തിക്കാട്ടുവാനും ശ്രമിക്കും. അധിക പ്രത്യേക പരിഗണന
അത് സ്വമേധയാ ഉപേക്ഷിക്കപ്പെടും. അതിനുശേഷം ഇവിടെയുള്ള ദേശീയ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ള രാജ്യങ്ങളോട് ഏത് തരത്തിലുള്ള വ്യാപാരത്തിനും തയ്യാറാകുന്നു എന്നുള്ളതാണ്. സ്വമേധയാ ഇപ്പൊ നമുക്കറിയാലോ, ഈ പാശ്ചാത്യ ലോകത്തിലേക്ക് എത്തപ്പെടുമ്പോൾ അവിടെയുള്ള നയതന്ത്ര സന്ദേശം ചൈന നൽകുന്നത് എന്തായിരിക്കും? ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ചൈനയുടെ ഒരു രീതി എന്ന് പറയപ്പെടുന്നത് അവരുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയപ്പെടുന്നത് ഒരു പരിധിവരെ അവർക്ക് കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷേ ചൈനയുടെ പല മേഖലകളിലും ദാരിദ്ര്യം ഇന്നും അനുവർത്തിക്കുന്നുണ്ട്, തുറന്നു വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ എങ്കിലും ചൈന ലോകത്തിന് മുമ്പിൽ കാണിക്കാൻ പോകുന്നത് ഞങ്ങൾ വളരെ വലിയ വികസ്വര രാഷ്ട്രമാണ്, ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രമാണ് എന്ന് പറയാം. അങ്ങനെ വികസ്വര രാഷ്ട്രങ്ങളുടെ കൂട്ടത്തിൽ എത്തുമ്പോഴത്തേനും ഏതു തരത്തിലും മറ്റുള്ള രാഷ്ട്രങ്ങളെ വെട്ടി മുന്നോട്ട് പോകുവാനുള്ള ഒരു ശ്രമം, സാമ്പത്തിക അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമം നടത്തുന്നു എന്ന് വേണം നമ്മൾ ഇതിൽ നിന്നും അനുമാനിക്കേണ്ടത്. അപ്പോൾ ഈ നീക്കം എന്ന് പറയപ്പെടുന്നത് അമേരിക്കയ്ക്കും ബെൽജിയത്തിനുമുള്ള ഒരു അനുരഞ്ജന സൂചനയാണ് എന്നുള്ളതാണ്. നിലവിലുള്ള ബഹുമുഖ ചട്ടക്കൂട്ടിനുള്ളിൽ വിട്ടുവീഴ്ച ചെയ്യുവാനും പ്രവർത്തിക്കുവാനും ചൈന തയ്യാറാണ് എന്ന് തന്നെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുന്നത്. ഒരു സഹകരണ നടന്റെ അല്ലെങ്കിൽ ഒരു സഹകരണ സ്ഥാപിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു റോള് വഹിക്കുന്ന രീതിയിലേക്ക് ചൈന എത്തപ്പെടുന്നു. മാത്രമല്ല ചൈന അമേരിക്ക വ്യാപാര ചർച്ചകളിലെ പിരിമുറുക്കങ്ങൾ ലഘൂകരിക്കുവാനും ഏറ്റുമുട്ടലൊക്കെ ഇല്ലാതാക്കുവാനും അമേരിക്ക ഏർപ്പെടുത്തുന്ന ഉപരോധങ്ങളെ മറികടക്കാനും ഒക്കെ ചൈനയ്ക്ക് ഇതിലൂടെ കഴിയും. സ്വതന്ത്ര വ്യാപാരത്തിലേക്ക് ചൈന എത്തപ്പെടുമ്പോൾ എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചന എന്ന് പറയുന്നത്. അപ്പോൾ വർദ്ധിച്ചു വരുന്ന ഈ സംരക്ഷണവാദം അത് ഒരു രാജ്യത്തെ സമ്മർദ്ദത്തിലാക്കുമ്പോൾ ആ സമ്മർദ്ദത്തിൽ നിന്ന് കരകയറേണ്ടത് അവരുടെ ബാധ്യതയായി മാറും. ആ ബാധ്യതയെ ഉൾക്കൊണ്ടുകൊണ്ടാണ് സ്വതന്ത്ര വ്യാപാര കരാറുകളിലേക്കും സ്വതന്ത്ര വ്യാപാര രീതികളിലേക്കും നയത്തിലേക്കും ഒരു നാട് നടന്നു നീങ്ങുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ, ചൈനയുടെ ഈ നിലപാട് എന്ന് പറയപ്പെടുന്നത് ആഗോള ദക്ഷിണ ഇന്ത്യയുടെ നേതാവ് താനാണ് എന്ന് വരുത്തി തീർക്കുവാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഈ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള വ്യക്തമായിട്ടുള്ള സാമ്പത്തിക പ്രോത്സാഹനങ്ങൾ എന്ന് പറയപ്പെടുന്ന ചൈന പലപ്പോഴും നൽകുന്നുമുണ്ട്. 2024 ഡിസംബർ മുതൽ ചൈനയുമായിട്ട് നയതന്ത്ര ബന്ധമുള്ള 44 ഏറ്റവും വികസിത രാജ്യങ്ങൾക്ക് ഉൽപ്പന്ന ലൈനുകളുടെ 100%ലും സീറോ താരിഫ് പരിഗണനയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അനുവദിച്ചിരിക്കുന്നത്. താരിഫ് വർദ്ധിപ്പിക്കുക. അപ്പൊ 2025 ജൂണിൽ ഈ നയം 53 ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ, അതിനുശേഷമാണ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് പോലുള്ള ചട്ടക്കൂടുകളിലൂടെ പാശ്ചാത്യ നേതൃത്വത്തിലുള്ള ആഗോളവൽക്കരണത്തിൽ പലപ്പോഴും ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട രാജ്യങ്ങളുടെ ആധുനികവൽക്കരണം, പരമാധികാരം, സ്വതന്ത്ര വികസനം എന്നിവയുടെ രക്ഷാധികാരിയായി പലപ്പോഴും ചൈന നിലകൊള്ളുന്നത്. ഞങ്ങൾ നിങ്ങളെ സംരക്ഷിച്ചുകൊള്ളാം എന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് ചെറിയ ചെറിയ രാജ്യങ്ങളെ കൈകളിലേക്ക് എടുക്കുവാനുള്ള ഒരു ശ്രമം പലപ്പോഴും ചൈന നടത്താറുണ്ട്. അതിലൂടെ ചൈന അർത്ഥമാക്കുന്നത് അമേരിക്കയെ വെട്ടുക, യൂറോപ്യൻ രാജ്യങ്ങളെ വെട്ടിനിരത്തുക, അതിന് മുകളിലേക്ക് ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഞങ്ങളാണ് ഏറ്റവും പ്രധാനമുള്ളവർ, ഞങ്ങളാണ് വൻപൻ ശക്തികൾ, സാമ്പത്തികമായിട്ടും ആയുധപരമായിട്ടും ഞങ്ങൾ വലിയ ശക്തികളാണ് എന്ന് തെളിയിക്കുവാനുള്ള ഒരു ശ്രമം നടത്തുക എന്ന്. അപ്പോൾ ഇങ്ങനെ വലിയ വിപണി പ്രവേശനം ഉണ്ടാക്കുന്നു, അടിസ്ഥാന സൗകര്യ നിക്ഷേപങ്ങൾ ഉണ്ടാക്കുന്നു, ഈ അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടാക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിക്കുന്ന ചൈന അതിന്റെ രാഷ്ട്രീയ സ്വാധീനവും ഒപ്പം തന്നെ അവരുടെ അതിനകത്ത് അവർ സ്വീകരിക്കുന്ന ഒരു മൃദുശക്തിയുണ്ട്. അതായത് നിങ്ങളെ സംരക്ഷിച്ചു കൊള്ളാമെന്ന് മറ്റു ചെറു രാജ്യങ്ങളോട് സ്വീകരിക്കുന്ന നയവും വ്യാപാര സ്വാതന്ത്ര്യവും അവർക്ക് കൊടുത്തുകൊണ്ട് ചെയ്യാൻ ഒരു സ്വതന്ത്ര വ്യാപാര സംവിധാനം ഉണ്ടാക്കിയെടുക്കുവാനാണ് ഇതിലൂടെ ചൈന ശ്രമിക്കുന്നത്. അതിലൂടെ ഉള്ള നേട്ടം എന്ന് പറയപ്പെടുന്നത് ചൈനയ്ക്ക് ഏറ്റവും പ്രബല ശക്തി ഞങ്ങളാണ് എന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇവിടെ വിപണികൾ ഇങ്ങനെ തുറന്നിടുവാനും ഏകപക്ഷീയമായിട്ട് നിയന്ത്രിക്കുന്ന രീതികളെ മാറ്റിയെടുക്കുവാനും ഒക്കെ ഒരു പുതിയ സംവിധാനത്തിനെ കൊണ്ടുവരുവാനുള്ള ശ്രമമാണ് ഇതുമായിട്ട് ചൈന മുന്നോട്ട് വയ്ക്കുന്നത് എന്നാണ്. അപ്പോൾ പുതിയ SDT വ്യവസ്ഥകൾ ഇനി തേടില്ല എന്നുള്ളതാണ് ചൈനയുടെ പ്രഖ്യാപനം എന്ന് പറയപ്പെടുന്നത്. ഒരു സാങ്കേതിക വ്യാപാര നയം മാറ്റത്തിന് അപ്പുറമാണ് ഇത് ആഗോളവൽക്കരണത്തിന്റെ, അതായത് വികസ്വര രാജ്യമായ ഗുണഭോക്താവിൽ നിന്ന് പരിഷ്കരണത്തിന്റെ സ്വയം പ്രഖ്യാപിത നേതാവും ബഹുരാഷ്ട്രവാദത്തിന്റെ സംരക്ഷകനുമായിട്ടുള്ള ചൈനയുടെ ആഗോള പങ്കിന്റെ പരിണാമത്തെ അത് സംഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അതിനെ അർത്ഥവത്താക്കുന്ന തരത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ചൈനയ്ക്ക് ഏകപക്ഷീയമായി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഇതിലൂടെ നമുക്ക് അർത്ഥമാക്കാൻ കഴിയുന്നത്. അപ്പോൾ പുതിയ ലോകക്രമമൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വാഗ്ദാനം ചെയ്യുന്ന വികസ്വര രാജ്യങ്ങളുടെ ശബ്ദത്തിന് പുതിയ കരുത്ത് പകരുന്നതിന് വേണ്ടിയിട്ടാണ് ചൈന ഇത്തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു തയ്യാറെടുപ്പ് നടത്തി അമേരിക്കയെയോ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളെയോ ഏതെങ്കിലും തരത്തിൽ തന്റെ പരിധിക്കുള്ളിലാക്കി കളയാമെന്ന് ചൈന കരുതുന്നുണ്ടെങ്കിൽ അവിടെ തെറ്റി. കാരണം ഇന്ത്യ എന്ന് പറയപ്പെടുന്ന ലോകശക്തിയെ തിരസ്കരിച്ചുകൊണ്ടോ തമസ്കരിച്ചുകൊണ്ടോ മുന്നോട്ട് പോകുവാൻ ചൈനയ്ക്കാകില്ല. ചൈന ഇപ്പോൾ സ്വീകരിക്കുന്ന ആഗോള വ്യാപാര വ്യവസ്ഥിതിയിൽ നിന്ന് മാറി അവരുടെ ഒരു പുതിയ പുത്തൻ നയം കൊണ്ടുവരുമ്പോൾ
അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ആഗോളതലത്തിൽ ഞങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള ആനുകൂല്യങ്ങളൊന്നും വേണ്ട എന്നും ഞങ്ങളുടെയായിട്ടുള്ള നിയമങ്ങൾ ഞങ്ങൾ എഴുതി ഉണ്ടാക്കുമെന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് കമ്മ്യൂണിസത്തിനെ വളച്ചൊടിച്ച് സോഷ്യലിസത്തിന്റെ പേര് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരിക്കലും ആശാസ്യമായ കാര്യമല്ല. ലോകരാഷ്ട്രങ്ങൾ എന്ന് പറയപ്പെടുന്ന സമാധാന മാർഗത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ആ ലോകരാഷ്ട്രങ്ങൾ യുദ്ധം എന്നുള്ളത് അത് വ്യാപാര കരാറുകളുടെ അടിസ്ഥാനത്തിലോ അതിർത്തി തർക്കങ്ങളുടെ അടിസ്ഥാനത്തിലോ സാമ്പത്തിക അടിസ്ഥാനത്തിലോ ഒക്കെ ഏതെങ്കിലും തരത്തിൽ ചിലപ്പോൾ അന്തരങ്ങൾ ഉണ്ടായേക്കാം. അത്തരത്തിലുള്ള അന്തരങ്ങളിൽ നിന്ന് മാറി യുദ്ധം പോലുള്ള അവസരങ്ങൾ വരുമ്പോൾ അതിനകത്ത് ഇടപെട്ടുകൊണ്ട് സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള ശ്രമം നടത്തേണ്ടതാണ് ഓരോ രാജ്യങ്ങളും. ഇവിടെ ചൈനയെ പോലുള്ള രാജ്യങ്ങൾ നിയമം സ്വയം ഉണ്ടാക്കിയെടുത്ത് അവർ പറയുന്നത് മറ്റുള്ളവർ അനുസരിക്കണമെന്നോ അല്ലെങ്കിൽ അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ മാത്രമേ മുന്നോട്ട് പോകൂ എന്ന് പറയപ്പെടുന്നതോ ആഗോളതലത്തിൽ ഒരു ഭീഷണിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള സമീപനം സ്വീകരിക്കുന്നത് സാമ്പത്തികമാകട്ടെ, സ്വതന്ത്ര വ്യാപാര കരാറുകളാവട്ടെ, നയങ്ങളാവട്ടെ, വ്യാപാര നയങ്ങളാവട്ടെ, എന്ത് തന്നെയായാലും അതൊരിക്കലും ആശാസ്യമായിട്ടുള്ള കാര്യമല്ല. ചൈനയുടെ രീതിയിൽ പ്രവർത്തിക്കാം. പക്ഷേ ആർക്കാണോ വിലങ്ങിടാൻ ശ്രമിക്കുന്നത് അത് അവസാനം ബൂമറങ്ങായി ഈ ചൈനയ്ക്ക് പതിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.